അസ്സലാമു അലൈക്കും. പടച്ചോന്റെ കാരുണ്യം കൊണ്ട് അങ്ങനെ ഇന്നും നിങ്ങളെ എനിക്ക് കാണാൻ പറ്റി. അൽഹംദുലില്ലാ. പിന്നെ എനിക്ക് വയ്യായിരുന്നു, പ്രഷറിൻ്റെ ബുദ്ധിമുട്ട് 2-3 ദിവസമായി തലകറക്കം തുടങ്ങിയിട്ട്. അപ്പം ഇന്നെനിക്ക് തീരെ വയ്യായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പോയി. പ്രഷർ ഹൈ ആണ്. അപ്പം മരുന്ന് 2 നേരം കഴിക്കുന്നുണ്ട്. പിന്നെ എന്താണ് അങ്ങനെ കൂടിയതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ആ മരുന്ന് മാറ്റി തന്നു ഡോക്ടർ. അപ്പം ആ മരുന്ന് ഇപ്പം കഴിച്ച് അല്പം ആശ്വാസത്തോടു കൂടി ഇരിക്കുന്നു. പിന്നെ ചോറൊന്നും വച്ചില്ലായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം ഇന്നലത്തെ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തലകറക്കം കൊണ്ട് എഴുന്നേറ്റ് നടന്ന് ഒന്ന് എണീച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കിടക്കുകയായിരുന്നു. വിശന്നിട്ടും വയ്യായിരുന്നു. അപ്പം പിന്നെ ഞാൻ ചെയ്യാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരല്പം ആശ്വാസം കിട്ടിയപ്പോൾ തുണി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അലക്കാനായിട്ട്. രാവിലെ നനച്ച് വെച്ചതാണ്. അപ്പം തലകറക്കം കൂടിയത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് കിടക്കുകയായിരുന്നു. അപ്പം ആ തുണി സോപ്പ് പൊടിയിലിരുന്ന വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്ന് പയ്യെ ഞെരടിയിട്ട് പിന്നെ ആ ചോറുണ്ടായിരുന്നത് ഒന്ന് തിളപ്പിച്ച് ഇത്തിരി കറി ഉണ്ടായിരുന്നു ഒന്ന് ചൂടാക്കി അല്പം കഴിച്ച്. മുഖത്തൊന്നും ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞു നിൽക്കണത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പം വീഡിയോ പിടിക്കാതെ പറ്റത്തില്ലല്ലോ. എല്ലാ ദിവസവും മുടക്കം കൂടാതെ ഇട്ടാലല്ലേ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാവുകയുള്ളു. പിന്നെ ഇന്നെൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം നടന്ന്, എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. എൻ്റെ അച്ഛൻ്റെ പെങ്ങള് എന്നെ 10 വയസ്സുള്ളപ്പോൾ കണ്ടതാണ്. അപ്പം അവര് എന്നെ ഇന്ന് വീണ്ടും വീഡിയോ കോളിൽ കൂടി കണ്ട് എന്നോട് സംസാരിച്ച് എന്നെ ഒറ്റയ്ക്കിങ്ങനെ കഴിയണ്ട, അവരുടെ കൂട്ടത്തിലേക്ക് പോരെന്നും പറഞ്ഞ് നിർബന്ധിച്ച്. അപ്പം എന്നോടും അച്ഛനോടും പിണങ്ങിയിരിക്കായിരുന്നു. ഞാൻ ആദ്യ വിവാഹം കഴിച്ചത് കൊണ്ടും എന്നോട് പിണക്കായിരുന്നു. എന്താന്ന് വെച്ചാൽ അപ്പച്ചിയുടെ മോനിക്ക് എൻ്റെ ചെറുതിലെ തന്നെ ആലോചിച്ചതാണ്. പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അപ്പച്ചി മാത്രമേ അച്ഛനുമായിട്ട് സഹകരിക്കുള്ളായിരുന്നു. അപ്പച്ചിയും സഹകരിക്കുമായിരുന്നു, അച്ഛൻ്റെ അനുജന് സഹകരിക്കുമായിരുന്നു. അപ്പം അപ്പച്ചി അച്ഛനോട് പറഞ്ഞ് ഇവളെ എൻ്റെ മോനിക്ക് കെട്ടിച്ച് തന്നോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതിലെ തന്നെ. അപ്പം അതൊന്നും സാധിച്ചില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്നോടും അച്ഛനോടും ഭയങ്കര വൈരാഗ്യമായിരുന്നു. വിളിക്കത്തും മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇന്ന് അപ്പച്ചി എന്നെ വിളിച്ചിരുന്നു. കുത്തിയതോട്ടിൽ ചെന്ന് ആരോ നമ്പർ കൊടുത്ത് അപ്പച്ചി ഇന്ന് എന്നെ വിളിച്ചിരുന്നു. അവരുടെ വീട് കോയമ്പത്തൂരാണ്. അവർക്ക് സ്വന്തമായിട്ട് ടെക്സ്റ്റൈൽസ് ഉണ്ട്, തുണിമില്ലുണ്ട്. അപ്പം അവിടെ ജോലി തരാം എന്നെല്ലാം പറഞ്ഞാണ് വിളിച്ചത്. അപ്പം അപ്പച്ചിയുടെ മോൻ്റെ ഭാര്യ മരിച്ചു പോയെന്നാണ് തോന്നണത്. എന്തോ അങ്ങനെയാണ് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം 2 പിള്ളേരുണ്ട്. ചെറിയ പിള്ളേരല്ല, വലിയ മക്കളാണ്. അപ്പം അദ്ദേഹം ഇന്ന് ഒറ്റക്കാണ് താമസിക്കണം. അപ്പച്ചിയും അദ്ദേഹവും കൂടി ഒറ്റയ്ക്കാണ് താമസിക്കണം. അവർ അങ്ങനെയാണ്, മകനും അമ്മയും കൂടിയാണ് താമസിക്കണത്. അപ്പം എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് അപ്പച്ചി എനിക്ക് വന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ വന്നിട്ട് പോരുമെന്ന് പറഞ്ഞ്, ജസ്റ്റ് കണ്ടിട്ട് അണ്ണനെ കണ്ടിട്ട് ഞാൻ പോരുമെന്ന് പറഞ്ഞ്. ഞാൻ അണ്ണാന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അപ്പച്ചിയുടെ മോനെ ഞാൻ അണ്ണാന്നാണ് വിളിക്കുന്നത്. അപ്പം രവീന്ദ്രൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം ഞാൻ കണ്ടിട്ട് പോരുമെന്ന് പറഞ്ഞ്. അപ്പം അത് അപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല.
അപ്പം എന്നോട് പറഞ്ഞ് അങ്ങനെ പോരാനാണെന്നുണ്ടെങ്കിൽ നീ വരണ്ടെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ എനിക്ക് വീണ്ടും ഒരു ചെറിയൊരു വിഷമം തോന്നി. എന്നാലും അവരങ്ങനെ വിളിച്ചെന്ന് ഉള്ളപ്പോഴൊരു സന്തോഷവും ചെറുതായിട്ട് തോന്നി. പക്ഷെ എന്നോട് ഫോൺ വെക്കണേന് മുമ്പായിട്ട് എന്നോട് പറഞ്ഞ് എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം അങ്ങനെ നീ വരുമെന്നുണ്ടെങ്കിൽ വരാനെന്ന് പറഞ്ഞ്. അപ്പം അത് എല്ലാം ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് എൻ്റെ കൂട്ടത്തിൽ മക്കളില്ല, ഭർത്താവില്ല. അപ്പം എന്താണ് ഉപേക്ഷിക്കേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞ് അപ്പച്ചിയുടെ ആഗ്രഹം അത് നടക്കുകയില്ല, എനിക്കങ്ങനെ വരാൻ താല്പര്യമില്ല. ഞാൻ ഇത്രയും നാളും ഒറ്റക്കല്ലേ താമസിച്ചത്, ഇനിയും ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞ്. അപ്പം ഒരു ചെറിയ കെറിവോട് കൂടിയാണ് വെച്ചത്. എന്താന്ന് വെച്ചാൽ നിന്റെ ഇണക്കം പോലെ ചെയ്തോ എന്നും പറഞ്ഞ് ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളൊരു അർത്ഥത്തിൽ ഫോൺ വെച്ചു. അപ്പം അങ്ങനെ ഇന്നൊരു ചെറിയ സന്തോഷം ഉണ്ടായി, കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടായി. പിന്നെ ഇത്രയും കാലവും ഞാൻ ഒറ്റക്കല്ലേ ജീവിച്ചത്, ഇനി എന്തിനാ മറ്റുള്ളവരുടെ സേവനം? പിന്നെ അവരുടെ വീട്ടിൽ കൊണ്ട് നിർത്താന്ന് പറയണത് അവര് മറ്റൊരർത്ഥത്തിൽ ഒരടിമയെ പോലെ ആക്കാനാണ്. അതിന് എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞ്. പിന്നെ അച്ഛനുണ്ടായിരുന്ന സമയത്തും ആ അപ്പച്ചിയോട് മാത്രമേ ഞങ്ങൾക്ക് സഹകരണം ഉണ്ടായിരുന്നുള്ളൂ. ആ അപ്പച്ചി വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ വരും, ഞങ്ങളെ കാണാനും എടുക്കാനും ഒക്കെ, അല്ലാതെ ആരുമായിട്ടും സഹകരണമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വല്ലപ്പോഴും അച്ഛൻ്റെ ചേട്ടൻ അച്ഛനോട് മിണ്ടുകയോ പറയുകയോ എന്തെങ്കിലും ചെയ്യും, അല്ലാതെ ആരുമായിട്ട് സഹകരണമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് അച്ഛനവിടെ പോകാനും വരാനും ഒക്കെ തുടങ്ങിയത്. അപ്പം അച്ഛന് ലോട്ടറി കച്ചവടം ഉണ്ടായിരുന്നു. അച്ഛന് 1-2 പ്രാവശ്യം അച്ഛൻ്റെ കയ്യിൽ അച്ഛൻ വിറ്റ ടിക്കറ്റിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു, സെക്കൻഡ് പ്രൈസ് ഒക്കെ ഉണ്ടായിട്ട് കുറെ അധികം പൈസ കിട്ടിയതാണ്. അന്നേരമൊക്കെ ആൾക്കാരും ഉണ്ടായിരുന്നു, അച്ഛൻ്റെ ആൾക്കാർ ഉണ്ടായിരുന്നു. അന്നേരം അച്ഛൻ എന്നെ അന്വേഷിക്കാനായിട്ട് പയ്യോന്ന് പുറകോട്ട് മാറി. അന്ന് തിരക്കി അന്വേഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, അതിൽ പങ്ക് എനിക്ക് തരികയും ചെയ്തായിരുന്നു. പക്ഷെ കുറെ അധികം അച്ഛൻ്റെ ആൾക്കാരാണ് പിടിച്ചു മേടിച്ചെടുത്തത്. എന്നിട്ടും അവർക്ക് ഉപകരിച്ചില്ല. എല്ലാവരും അന്യാധീനപ്പെട്ട് മരിച്ച്. ഇപ്പം ആ കെട്ടിടം, ആ വീടും പറമ്പും മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ 3 പെൺകുട്ടികളുണ്ട്, 2 ഇരട്ട കുട്ടികൾ, എൻ്റെ പ്രായമുള്ള ഒരാള്. അങ്ങനെ 3 പെൺപിള്ളേരാണുള്ളത്. പിന്നെ വല്യച്ഛൻ മരിച്ചുപോയി, വല്യമ്മ മരിച്ചുപോയി. ഇപ്പം ആ വീട് ശ്മശാനം പോലെ കിടക്കുന്നെന്ന് കണ്ടവര്, അവരുടെ അടുത്തുള്ളവർ, ഞാൻ കുത്തോട്ടി വല്ലപ്പോഴും ചെല്ലുമ്പോൾ, ഞാൻ പോകാറില്ല, യാദൃച്ഛമായിട്ട് പോണ സമയത്ത് കണ്ടിട്ട് എന്നോട് പറഞ്ഞ്. എനിക്ക് പോലും 1 രൂപ അതിൽ നിന്ന് തരാതെ എല്ലാം കൂടി പിടിച്ച് മേടിച്ച് വെച്ചതാണ്. അപ്പം ഇപ്പം വല്ലവർക്കും ഉപകരിച്ച ഇപ്പം അത് അങ്ങനെ അന്യാധീനപ്പെട്ട് കിടക്കണേണ്. 3 പെൺപിള്ളേരും കല്യാണം കഴിഞ്ഞ്. അതെൻ്റെ അച്ഛന് കിട്ടിയ ഈ ലോട്ടറി അടിച്ച് കിട്ടിയ ഈ കാശിൻ്റെ പുറത്ത് അച്ഛനെ പറ്റിച്ചും വെട്ടിച്ചും ഒക്കെ മേടിച്ച കാശാണ് അച്ഛൻ്റെ ജ്യേഷ്ഠൻ. അച്ഛനോട് ഞാൻ പറഞ്ഞില്ല, അച്ഛനൊരു ശുദ്ധഗതിക്കാരനായിരുന്നെന്ന്. ആരെന്ത് വിഷമം പറഞ്ഞാലും അച്ഛൻ്റെ ഉടുതുണി ചിലപ്പോൾ ഉടുത്തു നിൽക്കണ തുണിയായിരിക്കും, അച്ഛൻ അത് ഊരി അങ്ങോട്ട് കൊടുക്കും. അത് എനിക്ക് വേറെ മുണ്ടില്ലല്ല, ഞാനത് കൊടുത്ത എന്ത് ചെയ്യും എന്നുണ്ടാകില്ല. ഡൗസറാണ് ഇട്ടിരിക്കണമെങ്കിൽ ആ ഡൗസർ ഇട്ടണ്ട് ആ മുണ്ടങ്ങോട്ട് ഊരിക്കൊടുക്കും. അത്ര ഒരു പാവം പിടിച്ച മനുഷ്യനായിരുന്നു എൻ്റെ അച്ഛൻ. എന്നിട്ട് അവർക്ക് ഉപകാരപ്പെട്ടില്ലല്ല. അങ്ങനെയാണ് എട്ടനെ പൊട്ടൻ ചതിച്ച പൊട്ടനെ ദൈവം ചതിക്കുമെന്ന് പറയണത്. അപ്പൊ ഇന്നിപ്പം എന്നെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ എപ്പ വേണേലും സ്വാഗതം. എനിക്ക് ഉപേക്ഷിക്കാനുള്ളതൊക്കെ ഉപേക്ഷിച്ചും ചെന്ന എപ്പ വേണേലും എന്നോട് സ്വാഗതമെന്നാണ് പറഞ്ഞിരിക്കണത്. പക്ഷെ ഞാൻ അങ്ങനെ പോകാൻ കൂട്ടാക്കുന്നില്ല. ഏതായാലും നനഞ്ഞു നീന്തി ഇനി കുളിച്ചു കയറാന്ന് ഞാൻ കണ്ട്. എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ അവസാനിക്കട്ടെ. അസ്സലാമു അലൈക്കും.